ഹലോ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കുവാണേ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. സമയം കണ്ടോ? 4 മണി. വൈകുന്നേരം 4 മണിയല്ല, വെളുപ്പിനെ 4 മണി. 4 മണിക്ക് ഈ കെട്ടും കിടക്കയൊക്കെ എടുത്ത് ഞങ്ങൾ 4 പേരും കൂടെ എവിടെ പോവാണെന്നല്ലേ. വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയുടെ തുടക്കമാണ്. എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്ന് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളൊക്കെ എനിക്ക് വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള വഴികളാണ്. കാരണം കല്യാണത്തിന് മുന്നേ ഒരു പ്രാവശ്യം കുട്ടൻചേട്ടൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായി. കാണാൻ വന്നപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി. കുറേ നേരം സമയമൊക്കെ ചിലവഴിച്ചിട്ടാണ് കുട്ടൻചേട്ടൻ എന്നെ കണ്ടിട്ട് തിരികെ പോയത്. അപ്പോൾ ഈ വഴിയൊക്കെ കാണുമ്പോൾ അന്ന് എന്നെ കാണാൻ വന്ന ദിവസങ്ങൾ ഓർമ്മ വരും. കല്യാണത്തിന് മുന്നേ ഉള്ള ദിവസങ്ങളും കാര്യങ്ങളുമൊക്കെ സ്പെഷ്യലായിരിക്കുമല്ലോ. ഈ മറൈൻ ഡ്രൈവിലെ സ്ഥലങ്ങളും മറൈൻ ഡ്രൈവിലെ സീനറീസും അവിടുത്തെ വളരെ മനോഹരമായിട്ടുള്ള സ്പെഷ്യൽ ബ്രിഡ്ജസും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കല്യാണത്തിന് മുന്നേ ഉള്ള എൻ്റെയും കുട്ടൻചേട്ടൻ്റെയും ലവ് ആണ് ഓർമ്മ വരുന്നത്. പ്രേമിക്കാമല്ലോ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പ്രേമിക്കുന്നത് കുറച്ചും കൂടെ മനോഹരമല്ലേ. കൊച്ചിയൊക്കെ എന്ത് പെട്ടെന്നല്ല ഡെവലപ്പായത്. അന്നത്തെ കൊച്ചിയും ഇന്നത്തെ കൊച്ചിയും എനിക്ക് സ്ഥലങ്ങളൊന്നും മനസ്സിലാവുന്നതേയില്ല. ഇത് സ്ഥലമാണ് എന്ന് പോലും കൺഫ്യൂഷൻ അടിച്ചു പോകും ഇപ്പോഴത്തെ കൊച്ചി കണ്ടു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വല്ലാർപാടമാണ്. എറണാകുളത്ത് വേമ്പനാട് കായലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് വല്ലാർപാടം. വല്ലാർപാടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ടത് വല്ലാർപാടത്തെ വൈദ്യുതി പ്ലാന്റാണ്. കൊച്ചി നഗരത്തിനും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലും ആവശ്യമായ വൈദ്യുതി വിതരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വല്ലാർപാടം ഇലക്ട്രിസിറ്റി പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ണൂർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ മുന്നിൽ കൂടാണ് വന്നത്. പക്ഷേ ആ സമയത്ത് അമ്പലം തുറന്നിട്ടില്ലായിരുന്നു, ഞങ്ങൾക്ക് കയറാനും പറ്റിയില്ല. അപ്പോൾ അന്ന് വിചാരിച്ചതാണ് ഇനിയും ഞങ്ങൾ കണ്ണൂർ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ വഴി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയെ കയറി കാണുന്ന രീതിയിൽ വരും എന്നുള്ളത്. അപ്പം ഈ പ്രാവശ്യം ഞങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അമ്പലത്തിൽ കയറുന്ന രീതിയിൽ നിന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയെ കാണാൻ വേണ്ടി കയറിയേ. അപ്പം അമ്പലത്തിനകത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഗേറ്റിലൊരു കോഴിയെ കണ്ടു. 2 കോഴി ഗേറ്റിൽ വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു കുമ്പളങ്ങ ഇങ്ങനെ മുറിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചടങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്നോ അതിൻ്റെ വഴിപാടൊന്നും അറിയില്ല. പക്ഷേ കൊടുങ്ങല്ലൂർ അമ്മയെ കാണണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ തോന്നി. അമ്പലത്തിനകത്ത് കയറുന്നതിന് മുന്നേ നടയിൽ കൊടിമരത്തിൻ്റെ ചുവട്ടിലാണെന്ന് തോന്നുന്നു മഞ്ഞളും കുരുമുളകും വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ വഴിപാട് പായസവും ഞങ്ങൾ കയറി പോകുന്നതിന് മുന്നേ കണ്ടു. കൊടുങ്ങല്ലൂർ വെച്ച് ഞങ്ങളുടെ കൂടെ എക്സ്ട്രാ 2 പേരും കൂടെ ആഡായിട്ടുണ്ട്. ആരാണെന്നല്ലേ? കണ്ണനും അരുണിയും. ഞങ്ങളെല്ലാവരും കൂടാണ് അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചത്. കാരണം കണ്ണൻ കൊടുങ്ങല്ലൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ അവർ താമസിക്കുന്ന സ്ഥലവും അവരെയും കൂടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴും അമ്പലത്തിൽ രാവിലെ പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഫീൽ ചെയ്യും. കാരണം അന്നത്തെ ദിവസം മുഴുവൻ ഫ്രഷായിരിക്കും. അമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെ കൂടെ നമുക്ക് മൊത്തത്തിൽ നല്ലൊരു മൂഡും ഒരു പോസിറ്റീവ് ഫീലും കിട്ടും. ഇതും അവിടെ കണ്ട ഒരു കാഴ്ചയാണ്, വഴിപാടാണ്, എന്താണെന്ന് അറിയില്ല. അങ്ങനെ അമ്പലമെല്ലാം തൊഴുത് അമ്പലമെല്ലാം കണ്ട് ദേവിയെയും തൊഴുത് ഞാനും അമ്മയും കുട്ടൻചേട്ടനും കണ്ണനും അരുണയും തക്കുവും കൂടെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുകയാണ്.
ഒരു നാട്ടിലെ ചൊല്ലില്ലേ, അമ്പലത്തിൽ പോയി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു മസാല ദോശയും ചായയും എന്ത് രസമല്ലേ. അതുപോലെ തന്നെ ഞാനും ഓർഡർ ചെയ്തു ഒരു മസാല ദോശ. അങ്ങനെ ഫുഡ് വന്നു, ആരെയും മൈൻഡ് ചെയ്യാതെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തക്കുവിനാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ഫുഡാണ് ദോശയും ചമ്മന്തി. പക്ഷെ നാട്ടിൽ വന്നാൽ ഹോട്ടലിൽ കയറി രാവിലെ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന സാധനം നെയ് റോസ്റ്റും ചമ്മന്തിയാണ്. അതും ദോശയുടെ വർഗ്ഗത്തിൽ വരുന്നതല്ലേ. അവിടുന്ന് ഇറങ്ങി കണ്ണൻ താമസിക്കുന്ന വീട്ടിൽ കയറി കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വണ്ടിയിൽ ഫോൺ വെച്ചിട്ട് പോയതുകൊണ്ട് കയറി ഉടനെ തന്നെ മഴയും പെയ്തു. ഇറങ്ങിയിട്ട് എനിക്ക് തിരിച്ച് ഫോൺ എടുത്തുകൊണ്ട് പോകാനും പറ്റിയില്ല. അങ്ങനെ അവരെയെല്ലാം കണ്ട് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. ഈ യാത്ര പോകുന്നത് ഹൈവേ കൂടാണ്, നമ്മളുടെ പുതിയതായിട്ട് പണിഞ്ഞ ഹൈവേ. അതുകൊണ്ട് യാത്ര കുറച്ച് സ്മൂത്താണ്. കഴിഞ്ഞ പ്രാവശ്യം പോയതിനെക്കാട്ടിലും കൂടുതൽ ഹൈവേയുടെ പണിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദുബായിലെന്നല്ല UAE റോഡ് പോലെ എക്സിറ്റ്, എൻട്രി, ട്രാക്ക് ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് ഉണ്ടായത്. ഞങ്ങൾ കണ്ണൻ്റെ അടുത്തു നിന്ന് നേരെ പോയത് എവിടെയാണെന്നറിയാമോ? നീതു ചേച്ചിയുടെ വീട്ടിൽ. നീതു ചേച്ചിയുടെ ബ്രദറിൻ്റെ കുഞ്ഞിനെ കാണാനും നീതു ചേച്ചിയുടെ അച്ഛനെ കാണാനും. അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു. ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾ കാറിലിരുന്ന് പറഞ്ഞാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന എന്നെയും എല്ലാവരെയും ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണമാണ് കേട്ടോ മുഖത്ത് ഇങ്ങനെ പ്രതിഫലിച്ച് വരുന്നത്. ഇത് മമ്മിയൂർ അമ്പലമാണ്. ഗുരുവായൂർ തൊഴുന്നവർ മമ്മിയൂർ പോയി തൊഴണം എന്നൊരു വിശ്വാസവുമുണ്ട്. യാത്രയിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ മഴ പെയ്തു. ഞങ്ങൾ ഡയറക്റ്റ് ഹൈവേയിലോട്ടല്ല കയറിയത് കേട്ടോ. നീതു ചേച്ചിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ചെറിയൊരു റോഡിൽ കൂടെ വന്നിട്ടാണ് ഹൈവേ കൂടെ കയറിയത്. ഹൈവേയിൽ കയറി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായി. ഇനി ഞങ്ങൾ പോകുന്നത് എവിടോട്ടാണെന്നല്ലേ? കണ്ണൂർ. വന്നു കഴിഞ്ഞാൽ എനിക്ക് മുത്തപ്പനെ കാണണമെന്ന് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ടൈം കിട്ടുവാണെങ്കിൽ, സാഹചര്യം ഒത്തുവരുവാണെങ്കിൽ ഒരു കണ്ണൂരേക്കൊരു യാത്ര ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്. മുത്തപ്പനെ കാണാനും പോകാറുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ഒരു ഹോട്ടൽ കണ്ടു, ചാടി കയറി. അവിടെ കയറി ഫുഡും കഴിച്ചു. നല്ല അടിപൊളി തന്തൂരി ചിക്കനും വീറ്റ് പൊറോട്ടയും വെജിറ്റബിൾ കുറുമയും ഇത്രയൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി. ഇനി അങ്ങോട്ട് ഓടിക്കേണ്ടത് രാത്രിയിലാണ്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടല്ലോ, ഉറക്കം വരും. പക്ഷേ വിശപ്പിന് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു ലെമൺ ടീ വിത്ത് മിൻറ്റ് അതും ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. ഈ ഹോട്ടലിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ണൂർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ വളരെ സാഹസികമായി പറശ്ശിനിക്കടവ് എത്തി ഒരു റൂം എടുത്തു, സുഖമായിട്ട് ഉറങ്ങി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.